വെറ്ററിനറി ലീഫിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പച്ചമുളകുകൾ കുലകുത്തി കായ്ക്കാനുള്ള ഒരു സൂപ്പർ ജൈവവളമാണ് കാണിക്കുന്നത്. അന്ന് വെള്ളം കയറി എൻ്റെ മുളകുകളെല്ലാം നശിച്ചു പോയില്ലേ, അന്ന് ഞാൻ ഇങ്ങനെ വെള്ളമൊക്കെ കയറിയ രക്ഷിക്കണമെങ്കിൽ ഗ്രോ ബാഗോ ചെടിച്ചട്ടിയോ തന്നെ വേണമെന്ന് വിചാരിച്ച് കുറച്ച് മുളകുകൾ ചെടിച്ചട്ടിയിൽ നട്ടിട്ടുണ്ടായിരുന്നു. അത് കായ്ച്ചു തുടങ്ങി. അതിന് കൊടുക്കുന്ന വളമാണ് നിങ്ങളെ കൂടെ കാണിക്കുന്നത്. ഏകദേശം ഈ വരിയിൽ തന്നെ 55 ചെടിച്ചട്ടികൾ ഞാൻ മുളക് വെച്ചിട്ടുണ്ട്. മുളകുകൾ അത് കായ്ച്ചു തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുളക് മാത്രമാണ് കൃഷി ചെയ്തത്. ഇത്തവണ മുളകിനോടൊപ്പം ഇതാ നോക്കിയേ, കാശ്മീരി മുളക് കൂടെ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. കാരണം കാശ്മീരി മുളകിന് എരി കുറവാണ്. അപ്പൊ അത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് പൊടിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് കാശ്മീരി മുളക് കൃഷി ചെയ്തത്. അപ്പൊ ഇവിടെ ഈ ബൊഗൈൻവില്ലയുടെ ഇടയിലും 10ഓളം ചെടിച്ചട്ടികൾ വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു 60 ചെടിച്ചട്ടി ഫ്രണ്ടിൽ തന്നെയുണ്ട്. വീട്ടിന്റെ ബാക്കിലും ഒരു 10-40 മൂട് പച്ചമുളക് എനിക്ക് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പൊ എൻ്റെ വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചമുളകും വീട്ടിൽ പൊടിക്കാനുള്ള പച്ചമുളകും എനിക്ക് എന്തായാലും ഉണക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ അതിൽ നിന്ന് കൊടുക്കുന്ന ഒരു വളം അത് നമുക്ക് നോക്കാം എന്താണ്. അപ്പൊ നമുക്ക് ഈ വളം, ഈ ജൈവവളം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് കായം, നമ്മൾ സാമ്പാർ കായമല്ല, പാൽക്കായം. 2 സാധനങ്ങൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ. പാൽക്കായമാണ്. പിന്നെ ഒന്ന് നമ്മുടെ തൈര്. ഇത് രണ്ടും ചേർത്താണ് നമ്മൾ ഈ വളം ഉണ്ടാക്കുന്നത്. ഇതിന്റെ അളവ് 10 ഗ്രാം പാൽക്കായവും 20 ml തൈരുമാണ്. അപ്പൊ ഞാനിവിടെ ഇന്ന് 5 ലിറ്ററിന് കണക്കാക്കിയാണ് ഈ വളം നിർമ്മിക്കുന്നത്. അതായത് 50 ഗ്രാം പാൽക്കായം രാവിലെ തന്നെ കുറച്ച് ചൂടുവെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. 50 ഗ്രാം ഉണ്ട്. 50 ഗ്രാം ഇതാണ്ട് അലിഞ്ഞ് ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഞാൻ നോക്കിയപ്പം കുറച്ച് അത് അലിയാതെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. കായം ആയതുകൊണ്ടാണ് ഗ്ലൗസ് ഒന്നും ഇല്ലാതെ ഞാൻ ഇതിനകത്ത് നേരെ കൈ ഇട്ടത്. ആ കട്ട നിന്ന ആളിനെ ഞാൻ വേറൊരു പാത്രത്തിൽ കലക്കി. കാരണം പാൽക്കായം കുറച്ച് വിലയുള്ള സാധനമാണല്ലോ, അത് കളയാൻ പാടില്ലല്ലോ. കലക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ ചേർന്ന് 1 ലിറ്ററാണ്. 4 ലിറ്റർ വെള്ളം ഞാൻ അവിടെ ഒരു ബക്കറ്റിൽ ബാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ 5 ലിറ്ററിലാണ് കണക്കാക്കുന്നത്. 50 ഗ്രാം പാൽക്കായവും 100 ml തൈരും എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് 4 ലിറ്റർ ബക്കറ്റിലെടുത്ത വെള്ളത്തിൽ നിന്നും ഇതൊക്കെ കലക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇതിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. തൈര് ആദ്യം നമ്മളൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ബക്കറ്റിലെ വെള്ളത്തിലോട്ട് ഒഴിക്കുക. അല്ലെങ്കിൽ കട്ടയും വെള്ളമായിട്ടൊക്കെ നിൽക്കും. ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അങ്ങ് ആ വെള്ളത്തിൽ ചേർന്നോളും. ഇതാ കണ്ടോ, തൈര് ഞാൻ വെച്ചിരുന്ന 4 ലിറ്റർ വെള്ളത്തിൽ തൈരൊഴിച്ചു. പിന്നെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പാൽക്കായം അത് നമുക്ക് ഒന്ന് അരിച്ച് തന്നെ ഒഴിച്ച് കളയാം. കാരണം അത് കായം മിച്ചമുള്ളതിനെ പിന്നെ നമുക്ക് വെള്ളത്തിലിട്ട് വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ എടുക്കാം. അപ്പം ഇത്രയും കായം. അപ്പം ഈ അരിപ്പ് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന എന്തിലെങ്കിലുമൊക്കെ നമുക്ക് അത് ഉപയോഗിക്കാം. ഈ പാത്രമൊക്കെ കഴുകി ഞാനിങ്ങനെ ഇതിലോട്ട് ഒഴിക്കുകയാണ്. സ്പ്രെയറിലൊക്കെ അരിച്ചൊഴിക്കുമ്പോഴത്തേക്ക് കുറേ കൂടെയൊക്കെ അരിപ്പിൽ പറ്റിയിരിക്കുന്നത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും. ഇതാ കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതാണ് വളം. മുളകൊക്കെ കുല കുത്തി കായ്ക്കാനുള്ള ഒരു സൂപ്പർ ജൈവ വളമാണ്. ഇനി ഇതിനെ നമുക്ക് സ്പ്രെയറിലോട്ട് ഒഴിക്കാം. ഇത് നല്ലതുപോലെ ഒന്നുകൂടെ ഇത് മിക്സ് ചെയ്ത് കേട്ടോ, നല്ലതുപോലെ ഒരു ഡയറക്ഷനിലോട്ട് തന്നെ കറക്കി നമ്മൾ മിക്സ് ചെയ്യണം. കായ ഏകദേശം എല്ലാം അലിഞ്ഞ് ഇതിനകത്ത് ചേർന്ന്. നേരത്തെ നമ്മൾ തൈര് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒഴിച്ചത് കൊണ്ടാണ് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ആകെ നമുക്ക് അധികം വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ.
അപ്പം നമ്മൾ ഇത് പൂത്ത് തുടങ്ങുമ്പോഴാണ് കൊടുക്കേണ്ടുന്നത്. ഇത് കണ്ടോ, അതിൻ്റെ ഇലകളിലും എല്ലാം വേരിലും എല്ലാം വരത്തക്കത്തി കുളിപ്പിച്ച് ഓരോ ചെടിയെ കുളിപ്പിച്ച് നമ്മളിത് കൊടുക്കണം. നിങ്ങൾ ഈ ജൈവവളം പച്ചമുളകിൽ നിന്ന് ഉപയോഗിച്ച് നോക്കിക്കുക, അപ്പോൾ അറിയാം അതിൻ്റെ വ്യത്യാസം. എപ്പോഴും ഉപയോഗിക്കേണ്ട, അത് പൂത്ത് വരുന്ന സമയത്ത് മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ കൊടുത്താൽ മതി. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കത് ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക.